മരണമാസം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും കഷ്ടപ്പെട്ടത് ബേസിൽ തന്നെയാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയും. ഒരിക്കലുമില്ല. ഇട്ട ഷൂ ആരെങ്കിലും സെക്കൻഡ് ഏത് ഷൂസ് ആണ് അങ്ങനെ സെക്കൻഡ് ഹാൻഡിൽ വിൽക്കാൻ സാധിച്ചത്? ഒരുപാട്. അത് ചുമ്മാ തമാശക്ക് അവന്റെ അടുത്ത് ഞാൻ ഒരു ഷൂ ഞാൻ കൊള്ളാവുന്ന തമാശ എന്ന് പറഞ്ഞു. തമാശ ഇവർക്ക് എന്റെ റിയലാ 150 രൂപ. ടോബിനോ തോമസ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ഭയങ്കരമായി നിങ്ങളോട് പൈസയ്ക്ക് വേണ്ടി ബാർഗൈൻ ചെയ്തോ അതോ കൂടുതൽ തന്നോ? പൈസക്ക് വേണ്ടി മാത്രമല്ലേ, മൊത്തത്തില് പൈസക്ക് വേണ്ടി ബാർഗൈൻ ചെയ്യാൻ മാത്രമല്ല, ബാർഗൈൻ ചെയ്ത പൈസ പോലും തരുന്നുമില്ല എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ ടൈറ്റിൽ ടോബിനോ പൈസ പറ്റിച്ച കഥ പറഞ്ഞ താരങ്ങൾ അങ്ങനെയല്ലേ ഇടൂ. ബേസിൽ ചേട്ടനെ നായികയായിട്ട് അഭിനയിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വികാരങ്ങൾ എന്തൊക്കെയായിരുന്നു? മറ്റത് പറഞ്ഞോട്ടെ. ചരിത്രമൊന്നും പറഞ്ഞു അന്നും നിന്റെ പ്രായം. ഞാൻ നഴ്സറിയിൽ പഠിക്കുമ്പോഴാണ് രാമായണം ആ വക കഥകളും തുടങ്ങി. അനിഷ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ കിട്ടിയത് ഇവരിൽ ആരിൽ നിന്നാണ്? എന്നെക്കാട്ടിലും നന്നായിട്ട് അഭിനയിക്കുന്നത്. ഭയങ്കര സ്ട്രഗിൾ ഒക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? അതെങ്ങനെ ലീക്കായി? ഞാനൊരു സൈഡിൽ തന്നെ തുടങ്ങും വെറുതെ. അടുത്ത വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ യൂത്ത് ഐക്കൺ അവാർഡ് സുരേഷ് ചേട്ടന് കൊടുക്കും. പ്രായം വെളിപ്പെടുത്തുന്നത് ചേട്ടന് താല്പര്യമുണ്ടോ? പ്രായം ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, മറ്റേ സിനിമയ്ക്ക് ഇറങ്ങുന്നത് 35 വർഷം മുമ്പ്. എന്റെ കയ്യിൽ നിന്ന് എല്ലാം കൂടി ഒരു 10,000 രൂപയ്ക്ക് ഫ്രിഡ്ജായിട്ട് അടിച്ചു മാറ്റിയൊന്നുമല്ല. തലേദിവസം പറഞ്ഞ് ചേട്ടാ 5 പൈസ ചേട്ടാ ഫുഡ് വിറ്റെന്ന് നോക്കിയപ്പോ 50,000 രൂപ ഫോണും അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് എന്റെ ലോട്ട് കൊണ്ട് കാണാൻ തോന്നി. ഞാൻ അപ്പൊ തന്നെ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് 5,000 രൂപ ലോക്ക് പറഞ്ഞുതരാം. അങ്ങനെ പല പ്രാവശ്യം പല സ്ഥലങ്ങളിലും പക്കാ ഫ്രോഡ്. പക്ഷേ ഞാൻ അഭിഭാസിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. സോ മരണമാസിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വെൽക്കം ടു ദ ഷോ. ഈ മരണമാസം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും കഷ്ടപ്പെട്ടത് ബേസിൽ തന്നെയാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയും. കാരണം കഷ്ടപ്പെട്ടത് പ്രൊഡ്യൂസറാണ്. എന്ത് അഭിനയിപ്പിക്കാനായിരുന്നോ? ഒരുപാട് കാര്യങ്ങളിൽ. അല്ല, ആ കളറടിച്ച മുടിയും കൊണ്ട് കാണുന്ന അനുഭവിച്ച മാനസിക വേദന ഒന്ന് വ്യക്തമാക്കാം. കളറടിച്ച മുടി പറയുന്ന പോലെ നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോ എല്ലാം തൊപ്പി വെച്ച് എല്ലായിടത്തും ഇനിയിപ്പോ ഒരേ തൊപ്പി തന്നെ വീണ്ടും വീണ്ടും വെക്കാനും പറ്റില്ല. ഒരേ തൊപ്പി വാങ്ങിക്കണം. ചേട്ടാ, ഇതൊക്കെ നിങ്ങൾക്ക് ബേസിൽ ഇതൊക്കെ നിങ്ങൾ വാങ്ങേണ്ടി വരുമായിരുന്നല്ലേ? ഞങ്ങളൊക്കെയാണെങ്കിൽ കൊളാബിൽ ജീവിക്കുന്ന ആൾക്കാർ, അങ്ങനെയൊന്നും കിട്ടിയില്ല. ഞാൻ സിജു സണ്ണി അല്ലല്ലോ അങ്ങനെ. എല്ലാം കാശ് കൊടുത്ത് വാങ്ങിച്ചു. അതും പോരാഞ്ഞിട്ട് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച തൊപ്പി വന്നിട്ട് ഇവൻ അടിച്ചോണ്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായോ? ഒരു തൊപ്പി എനിക്ക് തന്നു വെച്ചിട്ട് അത് കോസ്റ്റ്യൂമായിട്ട് മാറ്റിയിട്ട് തന്നു. ബേസിലായിട്ട് അതിട്ടുണ്ട് വന്നപ്പോ എനിക്ക് തന്നു. പക്ഷേ ഇട്ട ഷൂ ആരെങ്കിലും സെക്കൻഡ് ഹാൻഡ് ജോസഫിനിടയിലെ ആ വ്യവസായിയെ ഞാൻ കണ്ടിരിക്കുന്നു. അതെന്തായിരുന്നു അത്? ഏത് ഷൂസ് ആണ് അങ്ങനെ സെക്കൻഡ് ഹാൻഡിൽ വിൽക്കാൻ സാധിച്ചത്? ഒരുപാട്. ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ്. നാളെ ഇത് നമുക്ക് ചെയ്യാലോ, അതുകൊണ്ടാ. അത് ചുമ്മാ തമാശക്ക് അവന്റെ അടുത്ത് ഞാൻ ഒരു ഷൂ ഞാൻ കൊള്ളാവുന്ന തമാശ എന്ന് പറഞ്ഞു. തമാശ ഇവർക്ക് എന്റെ റിയലാ 150 രൂപ. ചേട്ടാ, സുരേഷ് ചേട്ടൻ ഇവരെല്ലാവരും ഒരിക്കലെങ്കിലും കാണാനൊക്കെ ഉള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സുരേഷ് ചേട്ടനെ കൈ കിട്ടുന്നത്. അത് ഞങ്ങളിങ്ങനെ പല വീഡിയോയിലും ഇങ്ങനെ എന്തെങ്കിലും കൺവിൻസിംഗ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേട്ടന്റെ തല കൊടുക്കുമായിരുന്നു. അത് വേറെ സത്യം. ഈ 2014 വർഷം മുന്നേ അഭിനയിച്ച സിനിമ, അതിന്റെ പുറത്ത് ഇപ്പോഴും അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു കൺവിൻസിംഗ് സ്റ്റാർ എന്നുള്ള പദവി ഒരു ഭാരമായി തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നല്ലതല്ലേ? ആണോ?
എനിക്ക് 14 ഏതാണ്ട് 20-22 വർഷം മുമ്പുള്ള സിനിമകളൊക്കെ ആ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. കൺവിൻസിംഗ് സ്റ്റാർ തുടക്കം തന്നെ അങ്ങനെയായിരുന്നു. ഇത് ആദ്യമായിട്ട് കേട്ടപ്പോ ചേട്ടന്റെ റിയാക്ഷൻ എന്തായിരുന്നു? കാരണം നമ്മൾ തന്നെ മറന്നിരുന്ന കുറെ കഥാപാത്രങ്ങൾ തിരിച്ച് നമുക്ക് കാണാനുള്ള, എനിക്കും എന്റെ മക്കളൊക്കെ വീട്ടിൽ കാണുന്നപ്പോഴാണ് ഓ അച്ഛൻ അന്നേ എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരത് കണ്ടിട്ടില്ല. അത് അവർ ജനിക്കുന്നതിന് മുമ്പേ ഒരു കൺവിൻസിങ് പരിപാടി ഉള്ളതുകൊണ്ട്. രാജേഷ് ചേട്ടാ, ഒരിടയ്ക്ക് രാജേഷ് ചേട്ടനെ ചുറ്റിപ്പറ്റി കുറെ വിവാദങ്ങളൊക്കെ ഞങ്ങൾ കേട്ടിരുന്നു. ക്ഷീണത്തിന്നൊക്കെ പുറത്തു വന്നോ? ചെറുതായിട്ട് ഇങ്ങനെ രക്ഷപ്പെട്ട് സൈഡിലേക്ക് ആണല്ലേ? ഈ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രാർത്ഥിച്ചിട്ടാണോ ഇത് മാത്രം ആരും ചോദിക്കരുതേ എന്നുള്ളത്? വീണയുടെ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞിരുന്നു. ഇത് ചോദിക്കണം വേണ്ടിയെന്ന് ഞാനിങ്ങനെ ഭയങ്കരമായി ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്റെ കൂടെയുള്ളവർ പറഞ്ഞു ആ ചേട്ടൻ രാവിലെ തന്നെ ഡെസ്പ് ആക്കണോന്ന്. അങ്ങനെ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഒരിക്കലും ഇല്ല. ആ പറഞ്ഞു കൊടുക്കത് പറഞ്ഞു കൊടുക്കേട്ടാ. സത്യമുള്ള എന്താണ് ചേട്ടന്റെ മാനസികാവസ്ഥ എന്ന് നാട്ടുകാർ അറിയട്ടെ. എന്റെ മാനസികാവസ്ഥ ഇതൊക്കെ തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു സമയം കിട്ടുമ്പോ കുറെ കിട്ടും, പിന്നെ കുറെ വായിക്കുക, കുറെ സന്തോഷത്തോടെ വീട്ടിലെടുത്ത് വെക്കുക, അടുത്തേൽ പരിഹരിക്കാൻ നോക്കുക, പരിഹരിച്ചില്ലെങ്കിൽ വീണ്ടും വായിക്കുക. അനിഷ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ കിട്ടിയത് ഇവരിൽ ആരിൽ നിന്നാണ്? ഇങ്ങനെ എങ്ങനെ അഭിനയിക്കണം, എന്തൊക്കെ ചെയ്യരുത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നെക്കാട്ടിലും നന്നായിട്ട് അഭിനയിക്കുന്നത് വരുമ്പോഴേ മാറ്റി നിർത്തി പറഞ്ഞു എന്നെക്കാട്ടിലും നന്നായിട്ട് അഭിനയിക്കല് കുറച്ചാക്കണം, മെത്തേഡ് ആക്ടിങ് ഒന്നും ഇവിടെ വേണ്ട, അങ്ങോട്ട് മാറ്. അല്ലല്ല അങ്ങനെയല്ല, അങ്ങനെയല്ല, അല്ലാണ്ട് റിയാക്ഷൻ ഒക്കെ ബേസിലായിട്ട് അങ്ങനെ ഇട്ടാ അത് നന്നായിരിക്കും, അങ്ങനെ ഇട്ടൂക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇട്ടായിരുന്നു വന്നിട്ട് ഇല്ല ആദ്യം പറഞ്ഞേ ഉള്ളൂ, പിന്നെ അത് പിന്നെ ആരും പറഞ്ഞില്ല. അല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ക്യാരക്ടറാണ് കേട്ടോ അനിഷ്മയുടെ. കുറച്ച് ലൗഡറാണ്, കുറച്ച് 2-3 ഇല്ലേ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഹ്യൂമർ ചെയ്യാനുണ്ട്. ഈ സാധനമൊക്കെ ചെയ്യണം. ഈ ബേസ് ഞാൻ ഈ മരണമാസിനെ കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ബേസിൽ സത്യത്തിൽ ജീവിതത്തിൽ ഒരു മരണമാസ് ക്യാരക്ടർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കണ്ടു. അതായത് ആദ്യമായിട്ട് ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ പോയ കാലത്ത് അനുഭവിച്ച സ്ട്രഗിൾസ് മുതൽ ഇന്ന് ബേസിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര സാധനം. അങ്ങനെ ഭയങ്കര സ്ട്രഗിൾ ഒക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? അതെങ്ങനെ ലീക്കായി? നമ്മള് മാത്രം ചേട്ടാ ഞാനൊരു സൈഡിൽ നിന്ന് തുടങ്ങും, പിന്നെ വെറുതെ ജീവിതത്തിൽ ഭയങ്കരമായ സ്ട്രഗിളുകളിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ടുള്ള പണിയെടുക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും. അത് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ വർക്കിൽ റിഫ്ലക്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ സ്ട്രഗിൾ. ബേസിൽ ഷോർട്ട് ഫിലിം എടുത്ത് രക്ഷപ്പെട്ടതോട് കൂടിയാണ് എല്ലാവർക്കും ഷോർട്ട് ഫിലിം എടുക്കാനുള്ള ആ ഒരു ടെൻഡൻസി കൂടിയത് ആ ഒരു കാലഘട്ടത്തിലെന്നാണ് പറഞ്ഞു വരുന്നത്. അതൊക്കെ സത്യമാണോ? പിന്നെ അന്ന് വലിയൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഷോർട്ട് ഫിലിം തന്നെ വേണമെന്നില്ല, ഇൻസ്റ്റാഗ്രാം റീൽസ്, ഇപ്പോൾ സിജു ഒക്കെ അങ്ങനെ ഇൻസ്റ്റാഗ്രാം അങ്ങനത്തേലൊക്കെ കൂടെ പോപ്പുലർ ആയിട്ട് വന്ന ആൾക്കാരാണ്. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഈ പറയുന്ന പോലെ നമുക്ക് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുവാണല്ലോ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ രീതിയിൽ. യൂട്യൂബിൽ ഷോർട്ട് ഫിലിം ആവാം, ബ്ലോഗ് ആവാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻഫ്ലുവൻസിങ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ റീൽസ് വീഡിയോസ് അങ്ങനെയൊക്കെ പറയണ പോലെ ടിക്ടോക്ക് എന്നൊക്കെ പറഞ്ഞ് ഓപ്പർച്യൂണിറ്റീസ് കൂടുവാണല്ലോ. ടെക്നോളജി അങ്ങനത്തെ ഒരു സ്പേസ് തുടങ്ങിയ സമയത്ത് വന്നതായതുകൊണ്ട് എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴെങ്കിലും അങ്ങനെ ഭയങ്കരമായിട്ട് ഇതൊന്നും വേണ്ട നിർത്താമെന്ന് തോന്നിയ ഒരു കാലഘട്ടം ഉണ്ടോ ജീവിതത്തില്? അല്ല വെറുതെ ഇരിക്കട്ടെ, എന്തെങ്കിലും ഇമോഷണൽ ആയിട്ട് വല്ലതും കിട്ടുമോ? എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കാൻ നിൽക്കുമ്പോ പറയുക ഇതൊക്കെ വേണ്ടായിരുന്നു. എനിക്ക് ഇന്ന് ബേസിലെ കരയിക്കണം, ബേസിൽ എപ്പോഴും ചിരിക്കുക. ഇതിപ്പോ വീണോട് നമ്മളൊക്കെ ഈ ഇന്റർവ്യൂ ഒക്കെ നിർത്താൻ തോന്നിയിട്ടുണ്ട്. ബേസിലൊന്ന് കരയണം, പൊട്ടിക്കരയണം ആ ഒരു നിമിഷം. അതാ ഉദ്ദേശിച്ചത്. എന്തിന്? നല്ല സമയല്ലേ, നല്ല കാര്യങ്ങളല്ലേ നടക്കുന്നത്, അതങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. ഇനി ആവശ്യമില്ല ഇതുപോലെ അനാവശ്യ കുബുദ്ധികൾ കുത്തിത്തിരിപ്പുകളായിട്ട് എന്താന്നറിയില്ല, ഇതൊക്കെ ട്രേഡ് മാർക്കാ. ഇതൊക്കെയാണല്ലോ
എന്താ പറയില്ല, അറിയാതെ വരുന്നതാണ്. സുരേഷ് ചേട്ടനോട് ചോദിക്കട്ടെ. വേണ്ട വേണ്ടാന്ന് വെച്ചിട്ട് രാവിലെ ഒന്നും വരും, പക്ഷെ തുടങ്ങി കഴിഞ്ഞാൽ എനിക്കിത് വരും. എന്റെ ഉള്ളിലുള്ള സത്യങ്ങളെല്ലാം ഞാൻ തുപ്പും. ഇല്ലാതെ പറ്റില്ല. സുരേഷ് ചേട്ടൻ ഇങ്ങനെ ഇന്റർവ്യൂകളിൽ നിന്നല്ല ഒളിഞ്ഞു മാറി നിൽക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുനിഷ്ട ചോദ്യങ്ങൾ കേൾക്കുമെന്ന് പേടിച്ചിട്ടാണോ? തീർച്ചയായും അതൊരു കാരണമാണ്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കാര്യമില്ലല്ലോ. പൊതുവേ ഞാൻ അങ്ങനെ അധികം പക്ഷെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നൊന്നര ഒരു മരണമാസമായിരിക്കും ഇപ്പൊ ഞാൻ കണ്ട് ഇവരുടെയൊക്കെ ഒരു എനർജിയാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ എന്റെ അടുത്ത് ഒരു ഉത്തരം കിട്ടാൻ വലിയ പാടായിരിക്കും. അത് ശരിയാണ്, ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കും, നിങ്ങൾക്ക് മടുത്ത് നിങ്ങൾ നിർത്തിയിട്ട് പോകും. 30 മിനിറ്റ് സൈലൻസ്. രണ്ടുപേരും നോക്കിയിരിക്കും. ഓക്കെ മതി, ടൈമായി, ഓക്കെ, അത്രേ ഉണ്ടാവും. പലതരത്തിൽ മരണമാസം എഴുതി വെച്ചേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പഴത്തിന്റെ മോഡൽ മരണമാസം എഴുതി വെച്ചേക്കുന്നത് ആരുടെ ഐഡിയ ആയിരുന്നു എന്നൊന്ന് പറയാമോ? അത് സാർക്കാസനം. അതിന്റെ പോസ്റ്റർ ഡിസൈൻ സർക്കാസം ഭവിഷ്യങ്ങൾ. അല്ല, പഴം നമ്മുടെ സിനിമയിൽ ഒരു മെയിൻ ക്യാരക്ടറാണ്. പഴം ഇതിന്റെ അകത്ത് മരണങ്ങൾ, ഒരു സീരിയൽ കില്ലർ ഉണ്ട്. രാജേഷ് അഭിനയിക്കുന്ന ക്യാരക്ടർ ഒരു സീരിയൽ കില്ലർ. ഇങ്ങനെ ഇരുന്നാലും വേറെ ലെവൽ സാധനങ്ങളല്ലേ ചെയ്യുന്നത്. കയ്യിരിപ്പ് പടം കാണും പറയാം. അപ്പൊ അങ്ങനെ മരണവുമായിട്ട് പഴത്തിന് ഭയങ്കര ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മരണമാസം പഴത്തില് കോറിയിട്ടിരിക്കുന്ന പോലെ ഡിസൈൻ ചെയ്തത്. അതാണ് അതിന്റെ നമ്മുടെ ഡിസൈനറുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. അനീഷ്മയ്ക്ക് ഇതിനകത്ത് ഏറ്റവും കംഫർട്ടബിൾ ആയിരുന്ന ആർട്ടിസ്റ്റ് ആരായിരുന്നു? അങ്ങനൊന്നുമില്ല, എല്ലാരും അയ്യടാ, അങ്ങനെ ഡിപ്ലോമാറ്റിക് ഒന്നും എനിക്ക് വേണം. നടന്നു പോണ്ടേ തൊടാൻ. എന്നാ ഷർട്ടിന്റെ കളർ പറഞ്ഞാൽ പച്ചയാ? ഇവിടെ മനുഷ്യൻ പച്ചയും കറുപ്പും ഉണ്ടാവും. പച്ചക്കറുപ്പുണ്ട്, ഞാൻ പേടിച്ചു. ഭയങ്കര അർക്കീസാ. 5 പൈസ ഒരാൾക്ക്. എന്റെ കയ്യിൽ നിന്ന് എല്ലാം കൂടി ഒരു 10,000 രൂപ ഇപ്പൊ സ്വിച്ചായിട്ട് അടിച്ചു മാറ്റി. അടിച്ചു മാറ്റിയൊന്നല്ല, ഇവിടെ ചെലവ് ചെയ്യാതെ മുങ്ങി നടക്കുക. ഞാനൊരു ഫോൺ മേടിച്ചു. ആ ഫോണിനെ തന്ത്രപൂർവ്വം എടുത്ത് വെച്ച് ലോക്ക് മാറ്റി ജീപ്പ് എടുത്ത് എന്ന് 5,000 രൂപ അയച്ചു കൊടുത്താലേ ആ ഫോൺ തിരിച്ചു തരുമെന്നൊരു പറഞ്ഞൊരു. അതങ്ങനല്ല, തലേദിവസം പറഞ്ഞ് ചേട്ടാ എന്റെ 5 പൈസ ചേട്ടാ, ഇപ്പൊ പൈസയൊക്കെ കിട്ടിയെന്നതേ ഉള്ളൂ, ഞാൻ തുടക്കക്കാരനല്ലേ. തൊട്ട് പിറ്റേന്ന് നോക്കിയപ്പോ 50,000 ഫോൺ മേടിക്കുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് എന്റെ ലോട്ട് കൊണ്ട് കാണാൻ പറ്റും. ഞാൻ അപ്പൊ തന്നെ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു 5,000 രൂപ എന്നാ ലോക്ക് പറഞ്ഞു തരാം. 5,000 കൊടുത്തോ? അല്ലേ ഫോൺ പോയല്ലോ. അങ്ങനെ പല പ്രാവശ്യം പല സ്ഥലങ്ങളിലും പക്കാ ഫ്രോഡ്. പക്ഷേ ഞാൻ ഷൂ കച്ചവടം ഇട്ട ഷൂ കച്ചവടം ഞാൻ ചെയ്തില്ല. അതിന് സീരിയസ് എനിക്ക് വേണ്ട. പക്ഷെ അതെനിക്കൊരു നല്ല ബിസിനസ് മോഡലായിട്ട് തോന്നുന്നുണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നല്ല. പക്ഷെ ബേസിലേട്ട് എന്ന് പറഞ്ഞാൽ പാനിന്റെ മൊത്തം അറിയപ്പെടുന്ന ഒരാള് അവിടെ ഇരുന്നിട്ട് കൊച്ചിയിൽ ഇരുന്നിട്ട് ഷൂ വേണോ 1000 രൂപ. 1000 രൂപയുടെ ഷൂ ഒന്നും അല്ല അതൊന്നും. അതൊക്കെ നീ ആദ്യം മനസ്സിലാക്കാം. അബിബാസിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. I'm talking about Adidas. പക്ഷെ തമാശകൾക്കപ്പുറത്തേക്ക് അങ്ങനെ ഒരു ഷൂ ബേസിലേട്ട് വാങ്ങിച്ചായിരുന്നോ? അയ്യോ കൊറേ മേടിച്ചിട്ടുണ്ട്. ആണോ? ഈ ഇട്ടേക്കണ ഏതായിട്ട് വരും ചേട്ടാ? ക്രോക്കഡൈലാണോ? ഇതിപ്പോ ഏതാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ലോക്കൽ ഏതാണ്ട്. ഇത്രയും വലിയ ഷൂ കമ്പനി പോലും ഓരോരുത്തർ ഷൂ ഇടുക എന്ന് പറയുമ്പോ ആരും നോളജിനെ പറ്റി ഇത് ഏതോ അറിയില്ല, നോക്കേണ്ടി വരുമോ? ക്ലാർക്കല്ല. ഇങ്ങനെ തന്നെയാണോ ബേസിൽ സത്യത്തിൽ സെറ്റിൽ? അല്ലെങ്കിൽ ഈ സുരേഷ് ചേട്ടൻ ഒരു ഭയങ്കര ഇതുപോലെ ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുകയാണോ അനിഷ്മ കണ്ടേക്കുന്നത്? അതോ വെറുതെ ചില്ലായിട്ടിരിക്കുന്ന സുരേഷ് ചേട്ടനെയും ബേസിലിനെയാണോ കാണാറുള്ളത്? സീരിയസ് ആയിട്ടിരിക്കുന്നത് ഇത് ചില്ലാണോ? അപ്പൊ യഥാർത്ഥ സുരേഷ് ചേട്ടൻ എങ്ങനെയാണോ എന്ന് തോന്നുന്നു. സുരേഷ് ചേട്ടൻ ഭയങ്കര യങ് വൈബാണ് ബേസിക്കലി. ഫുൾ ഫണ്ണാണ് ബേസിക്കലി. ഒരു യൂത്ത് ഐക്കൺ. യൂത്ത് ഐക്കൺ. അടുത്ത വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ യൂത്ത് ഐക്കൺ അവാർഡ് സുരേഷ് ചേട്ടന് കൊടുക്കണം. പ്രായം വെളിപ്പെടുത്തുന്നത് ചേട്ടന് താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. പ്രായം ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, മറ്റേ സിനിമയ്ക്ക് ഇറങ്ങുന്നത് 35 വർഷവും. നമ്മളിങ്ങനെ ആലോചിക്കില്ല. അത് സുരേഷ് ചേട്ടൻ സിനിമയിൽ വന്നിട്ട് 30-ാം വർഷത്തിൽ അഭിനയിച്ച സിനിമയെ കുറിച്ചാണ് 35 വർഷത്തിലുള്ളത്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു എന്തിന്റെ ആവശ്യം കുറച്ച് കൂടുതൽ അത്ര ആണ്. ഇങ്ങനെയായിരുന്നു ഇവര് രണ്ടുപേരും സെറ്റിൽ? ഇങ്ങനെ തന്നെയായിരുന്നു. ആണോ? ഭയങ്കര എല്ലാരും ഇതുപോലൊക്കെ തന്നെയായിരുന്നു. ആണോ? ബേസിൽ ചേട്ടന് നായികയായിട്ട് അഭിനയിച്ചപ്പോ ഉണ്ടായിരുന്ന ആ ഒരു വികാരങ്ങൾ എന്തൊക്കെയായിരുന്നു? വികാരം ഞാൻ മറ്റു പറയട്ടെ. മറ്റത് പറഞ്ഞോട്ടെ.
ചരിത്രമൊന്നും പറയാം. അന്ന് നിന്റെ പ്രായം ഞാൻ നഴ്സറിയിൽ പഠിക്കുമ്പോഴാണ് രാമായണം കുഞ്ഞിരാമായണം കണ്ടത്. ആ വക കഥകളും തുടങ്ങി മര്യാദയ്ക്ക് പറയാനുള്ള പറ. അങ്ങനെയല്ല നേരിട്ട് കം ടു ദ പോയിന്റ്. ചെറുതല്ല, കുറച്ച് നാൾ മുന്നേ കുഞ്ഞിരാമയുടെ ചരിത്രം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നുമില്ല. അതിലൊന്നുമില്ല. നല്ലതായിരുന്നു ലാസ്റ്റ്. പക്ഷെ പഠിച്ചിട്ട് വന്നത് തെങ്ങിനെ പറ്റിയാ, ചോദിച്ചത് പശുവിനെ പറ്റി. പശുവിനെ തെങ്ങിൽ കിട്ടി, തെങ്ങ് തേങ്ങ തരുന്ന ആ മോളാ. പറയടാ കുഞ്ഞിരാമായണം ഇറങ്ങി ആ സമയത്ത്. അല്ല അങ്ങനെയല്ല, അപ്പൊ മുതലേ ബേസ്ലാൻഡിന്റെ പടമൊക്കെ കാണുമായിരുന്നു. എനിക്ക് ആ പടമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അന്നത്തെ പടം. അന്ന് ഏത് ക്ലാസ്സിലായിരുന്നു? പൊങ്ങി വീണ നാലിലൊക്കെ ആയിരുന്നത്. കോളേജിലൊക്കെ ഇരുന്നപ്പോഴും ഗോതയൊക്കെ ഇറങ്ങണം. അത്ര എത്തി. അങ്ങനെ അപ്പൊ അന്ന് മുതല് പിന്നെ മിന്നൽ പോളിലേക്ക് ഇറങ്ങണം. അപ്പൊ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണമെന്ന് അങ്ങനെ ഭയങ്കര ആഗ്രഹം സിനിമയിൽ അഭിനയിക്കുന്നത്. ബേസ്ലാൻഡിന്റെ പടത്തിലൊക്കെ അഭിനയിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പം ഇതില് ഞാൻ ഓഡിഷനെ സെലക്ട് ആണ് ബേസ്ലാൻഡ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഈ അറിയാവുന്ന പോലീസ് രണ്ടിടി കൂടുതൽ ഇടിക്കുമെന്ന് അറിയില്ലേ? എന്ന് പറഞ്ഞാൽ ടോബിനോ തോമസ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ഭയങ്കരമായി നിങ്ങളോട് പൈസയ്ക്ക് വേണ്ടി ബാർഗൈൻ ചെയ്തോ അതോ കൂടുതൽ തന്നോ? പൈസക്ക് വേണ്ടി മാത്രമല്ലേ, മൊത്തത്തില് ഒരു പൈസക്ക് വേണ്ടി ബാർഗൈൻ ചെയ്യാൻ മാത്രമല്ല, പൈസ ബാർഗൈൻ ചെയ്ത പൈസ പോലും തരുന്നുമില്ല എന്നുള്ളതാണ്. ടോനോട് ഇല്ലാതെ ഇങ്ങടൊക്കെ ഭാഗ്യം. വേറെന്തൊക്കെയായിരുന്നു ചേട്ടാ? നേപ്പാളില് എന്താണ് ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്, പാരച്യൂട്ടിലൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്, നമ്മളെ പറ്റിച്ച പൈസ ദൂർത്തടിച്ചോണ്ടിരിക്കുക. അതെ, ഞാനിങ്ങനെ ടൈറ്റിൽ ടോവിനോ പൈസ പറ്റിച്ച കഥ പറഞ്ഞ താരങ്ങൾ അങ്ങനെ ഇടട്ടെ. അങ്ങനെയല്ലേ ഇടൂ. പറച്ചിട്ട് കേട്ട് കഴിഞ്ഞാൽ പുറത്ത് സത്യസന്ധമായിട്ട് ഇടുന്നത്. ഇതിലെന്ത് സത്യക്കുറവ്? എന്തില്? ഏതില്? അല്ല ചേട്ടൻ പറ. ചേട്ടൻ അപ്പൊ തൊട്ട് സുരേഷ് ചേട്ടൻ വേദനിച്ചിരിക്കുന്നു. എന്താ പറ, എന്തായിരുന്നു സംഭവിച്ചത്? പൈസയുടെ കാര്യം ചോദിച്ചപ്പോഴത്തേക്കും അയാള് നല്ല മാന്യനായ ഒരു സീരിയസ് ആയി പോയി, പെട്ടെന്നായി പോയി. നല്ല ആളാ, നല്ല മാന്യനായിട്ടുള്ള പ്രൊഡ്യൂസറാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. ഒരു ദിവസം പോലും പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് നമുക്ക് യാതൊരു ഞാൻ വിചാരിച്ചു ഒരു ദിവസം പോലും പ്രൊഡക്ഷൻ സൈഡിലേക്ക് വന്നിട്ടേ ഇല്ല. മിക്കവാറും ദിവസങ്ങളൊക്കെ വരും, എല്ലാ ദിവസവും വരാറുണ്ട്. ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു. ഒരു ദിവസം ഒരു ജ്യൂസേ തരുള്ളൂ. അത് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വന്ന് അവസാനെത്തി. എനിക്ക് ബേസിലിനെ ഏറ്റവും ഇഷ്ടം എന്താന്ന് അറിയാം, ഇതുവരെ സത്യം മാത്രമേ പറയൂ. അതുകൊണ്ട് വാട്ടർമെലൺ ജ്യൂസിലൊക്കെ വെള്ളമായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെലവ് ചുരുക്കൾ അത്രേ ഉള്ളൂ. അടിപൊളിയായിരുന്നു. 4 മണിക്കൂറിന് ഒരു ഗ്രീൻ ടീ, 4 മണിക്കൂർ കഴിഞ്ഞാൽ അടുത്തത് കിട്ടും ചായയൊക്കെ. ഈ ടൊവിനോ തോമസ് പ്രൊഡക്ഷനിൽ ഒരു സിനിമ ഇറക്കുമെന്ന് സ്വപ്നത്തിലെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഷിജു? എന്നാലും അവ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടായ മാനസികാവസ്ഥ എന്തായിരുന്നു? സന്തോഷം ആണോ? എന്താണ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എന്തോ വലുത് വരാനുണ്ട്, പിടിച്ചു വെച്ചിരിക്കാതെ. ഭയങ്കര സന്തോഷമായിരുന്നു. വീണയാണെങ്കിൽ ഇപ്പൊ സന്തോഷം കൊണ്ട് ഞാൻ ചോദിച്ചാൽ വലുതായിട്ടൊന്നുമില്ല, കറക്കി സ്വപ്നമൊന്നും കണ്ടില്ല. അജയ് ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ക്രൂവിന്റെ കൂടെ? നിങ്ങളൊക്കെ പണ്ടേ ഫ്രണ്ട്സ് ആണെന്ന് തോന്നല്ലേ എല്ലാവരും അറിയാം. പിന്നെ സിജുവിനെയൊക്കെ ഇതിലാണ് വന്നിട്ടാണ് പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ടപ്പോ വേണ്ടിയിരുന്നില്ലാന്ന് തോന്നിയായിരുന്നോ? അത് തോന്നി, പക്ഷെ ചെയ്യാനത് അതങ്ങ് പോയി, അത് പരിചയപ്പെട്ടു പോയി. അത് ഡെയിലി ഞെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. നേരത്തെ പറഞ്ഞ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മളത് തരണം ചെയ്യുന്നത്. അതാണ് ആ ഒരു പൊന്മാൻ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ട് അത്രയും മാന്യനും നിഷ്കളങ്കനുമായ ഒരു ബേസിൽ ജോസഫിനെ കണ്ടതിന് ശേഷം ഇതിനകത്തേക്ക് നോക്കുക പേടിയാവുന്നത്. എന്താ ചേട്ടാ ഇസഡ് ഒക്കെ വരച്ചു വെച്ചേക്കണേന്റെ കഥ? ഇത് എന്താണ് സത്യത്തിൽ? ഇത് ആരാണ് നിങ്ങള്? ഇത് ലൂക്ക് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഒരു കുറച്ച് ഇങ്ങനത്തെ ഒരു കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ളൊരു പുള്ളിയാണ്. പുള്ളി പറയുന്ന പോലെ പോലീസ് സ്റ്റേഷനൊക്കെ ഫോട്ടോ എടുത്തിട്ട് OLX-ലൊക്കെ വിൽക്കാനിട്ടിരിക്കുന്ന ടൈപ്പ് ഒരു പുള്ളിയാണ്. അത് അങ്ങനത്തെ കുറച്ച്
ആലോചിക്കുമ്പോ എടാ ഇത് പ്രാന്താന്ന് തോന്നും. പക്ഷെ അവൻ പറയുന്നത് ഈ നാട്ടിൽ ഒരു ഉപകാരവും ഇല്ലാത്ത പോലീസ് സ്റ്റേഷൻ പിന്നെ എന്തിനാ ഇവിടെ, നാട്ടുകാർക്ക് ഗുണമില്ലാത്ത പോലീസ് സ്റ്റേഷൻ ഇവിടെ ഇല്ല, നിങ്ങളത് വിൽക്കാനിട്. ആ രീതിയിൽ പ്രതിഷേധം അറിയിക്കാൻ ശ്രമിക്കുന്ന ഒരു സിജു സണ്ണിയുടെ ക്രിയേറ്റിവിറ്റി ആണ് ഇതൊക്കെ. എന്ത് പോലീസ് സ്റ്റേഷൻ വെക്കാൻ ഞാൻ അങ്ങനെ വെക്കാൻ നോക്കിയിട്ടൊന്നുമില്ല. അല്ല ക്രിയേറ്റിവിറ്റി ഈ ലെവലൊക്കെ ചിന്തിക്കാൻ പറ്റാന്ന് പറഞ്ഞു. അല്ല, ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട്. ആണോ? അങ്ങനെ ഉണ്ടോ? ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് ആണോ? പോലീസ് സ്റ്റേഷൻ എടുത്ത് വെക്കാനായിട്ട് അതിനിടയിൽ എന്ന് വെച്ചാൽ നൈസ് പോലീസുകാരെല്ലാം നന്നായിട്ട് പെരുമാറി എനിക്ക് ഇത്ര മണിയായപ്പോ ചായ കൊണ്ട് തന്നു. അവിടെ പിടിക്കപ്പെട്ടൊരു പ്രതിയാണ് ഇപ്പൊ 5 സ്റ്റാർ റേറ്റിംഗ് ഒരു പോലീസ് സ്റ്റേഷന് കൊടുത്തിട്ടുണ്ട്. സംഭവിച്ചിട്ടുള്ള ഈ കളറിലൊക്കെ തലമുടിയൊക്കെ ചെയ്തുകൊണ്ട് പോയപ്പോ ഭാര്യ എന്ത് പറഞ്ഞു? കുഞ്ഞിനെ തിരിച്ചറിയാൻ സാധിച്ചോ? ആരെ ബേസിലെ കുഞ്ഞിനെയാണോ? കുഞ്ഞിന് ഇനി അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല. കൊച്ചിനെ തിരിച്ചറിഞ്ഞായിരുന്നു എന്റെ ചോദ്യം. ഞാൻ വിചാരിച്ചു മുടി കളർ അടിച്ചിട്ട് ഞാൻ വീഡിയോ കോൾ ചെയ്തു. അപ്പൊ ഇവളിപ്പോ ഞെട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഇവക്ക് ഒരു മാറ്റം ഉണ്ടായില്ല. ഇവള് ആ അപ്പാ എന്നൊക്കെ പറയണ പോലത്തെ റിയാക്ട് ചെയ്യാത്തത്. പക്ഷെ ആ കളറിൽ അങ്ങനെ നടന്നിട്ട് ഒരു പോയിന്റിൽ പോലും അതിൻ്റെതായിട്ടുള്ള ഒരു സർപ്രൈസ് അവളുടെ ഭാഗത്തുനിന്ന് അവൾ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. അവളെല്ലാത്തിലും വളരെ നോർമലായിട്ടാണ് സംസാരിച്ചത്. അറിയില്ല. കാരണം പൊന്മാനെ കുറിച്ച് ബേസിൽ പറയുമ്പോൾ നമുക്കൊക്കെ അറിയായിരുന്നു അത് ഭയങ്കര അടിപൊളി സിനിമയാണ്. കാരണം അത്രമാത്രം കോൺഫിഡന്റ് ആയിട്ട് മാത്രം സംസാരിക്കുകയായിരുന്നു. ഇനി മരണമാസിന്റെ ആ പ്രതീക്ഷകൾ എന്താണ്? മരണമാസ് സംവിധാനം ചെയ്തിരിക്കുന്നത് ശിവൻ എൻ്റെ മിന്നൽ മുരളിയിലൊക്കെ നമ്മൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു, ഡയറക്ഷൻ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശിവന്റെ ഷോർട്ട് ഫിലിംസ് ഒക്കെ രസമുള്ള ഷോർട്ട് ഫിലിംസാണ്. മഞ്ഞാന എന്നൊക്കെ പറഞ്ഞ ഷോർട്ട് ഫിലിം ഉണ്ട്, അപ്പൂപ്പൻ ഡാഡി എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഏകദേശം ഒരേ സമയത്തൊക്കെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തു തുടങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ അന്ന് മുതലേ ഉള്ള പരിചയമുണ്ട് ആക്ച്വലി. അപ്പോൾ അങ്ങനെ ശിവന്റെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഇത് ഭയങ്കര ഒരു പേഴ്സണലും കൂടെയാണ്. പിന്നെ ടോബി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, നമ്മളെല്ലാവരും ഒരുമിക്കുന്നു, സിജു എഴുതുന്നു എന്നൊക്കെ പറയണം. അപ്പോൾ ഇതിനൊരു സ്പൂഫ് സ്വഭാവമുണ്ട് സിനിമയ്ക്ക്. കുറച്ച് ഫൺ കളർഫുൾ സിനിമയാണ്. കുറച്ച് എക്സാജറേറ്റഡ് തമാശകളൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഭയങ്കര ലോജിക് ഡ്രിവൺ ആയിട്ടുള്ള സിനിമയല്ല. എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു കള്ളത്തരവും ഒരു അഡ്വഞ്ചറും എല്ലാവരും കൂടെ ഉള്ളൊരു സിനിമയാണ്. ബേസിക്കലി ഒരാളെ മാത്രം ഫോളോ ചെയ്യുന്ന പോലത്തെ ഒരു സിനിമയല്ല. എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടം അഡ്വഞ്ചറാണ് ബേസിക്കലി. ഒറ്റ രാത്രിയിൽ നടക്കുന്ന കഥയാണ്. അങ്ങനത്തെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഒരു കുറച്ച് കെയോസും അടിപിടിയും ബഹളവും ഒക്കെ കൂടെ ആയിട്ട് ഒരു എന്റർടൈനർ എന്നുള്ള സ്പേസിലേക്ക് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സിനിമയാണ്. കാര്യം ജയ്സലിന്റെ നെഞ്ചത്താണ് സിഗ്മ മെയിൽ എന്ന് എഴുതി വെച്ചേക്കുന്നതെങ്കിലും ഇതിനകത്ത് ഇപ്പൊ സിഗ്മ മെയിൽ ആയിട്ടിരിക്കുന്നത് സിജു സണ്ണി മാത്രമേ ഉള്ളൂ. സത്യത്തിൽ സിഗ്മ മെയിലാണോ അതോ റൊമാൻറ്റിക് മെയിലാണോ? സിഗ്മ റൊമാൻറ്റിക് മെയിൽ. രാവിലെ സിഗ്മയും രാത്രിയും അല്ല നമ്മുടെ പടത്തിൽ ഷൂസ് ഇല്ല ഒത്തിരി ആയി കഴിഞ്ഞാൽ ആൾക്കാർ വെറുതെ എന്നെ തെറി വിളിക്കും. നമ്മൾ പലപ്പോഴും പറഞ്ഞ രാവിലെ സിഗ്മയും രാത്രി നഗ്മയും അതാണ് നമ്മുടെ അങ്ങനെയാണല്ലേ? അങ്ങനെ യഥാർത്ഥ ജീവിതത്തിൽ പ്രണയമുണ്ടോ? ഇല്ലില്ല, ഉണ്ടായിരുന്നു. ഇതുപോലെയാണോ? അല്ല രാജേഷ് അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് അടുത്ത ആഴ്ച അവിടെ മുതൽ കല്യാണം കഴിച്ചെന്നു. ബ്രേക്കപ്പിന്റെ വിഷമത്തിൽ പോയി കല്യാണം എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടതാണ്. അപ്പൊ എന്തായാലും തമാശകൾക്ക് അപ്പുറത്തേക്ക് ഇതുപോലെ തമാശയും പൊട്ടച്ചിരികളും ഒക്കെ ഉള്ള ഒരു സിനിമയായിട്ട് മരണമാസ് മാറട്ടെ, ഗംഭീര വിജയമാകട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.